ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനിയും 3 ദിവസം മാത്രമാണ് ബാക്കി. ഇന്നും പ്രധാനമന്ത്രി അടക്കമുള്ളവർ BJPക്കായി പ്രചരണത്തിനായെത്തും. മഹാസഖ്യത്തിനായി മുതിർന്ന നേതാക്കൾ മണ്ഡലങ്ങളിലുണ്ട്. ശ്രീനാഥ് വിവരങ്ങൾ വെച്ചത്. ശ്രീനാഥ്, ഓരോ വോട്ടും നിർണായകമാണ്. കാര്യം അത്രത്തോളം കടുത്ത പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. അവസാന വട്ട മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ബീഹാർ വൈബ് എങ്ങനെയാണ് ശ്രീനാഥ്? കശ്മീർ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ, ദേശീയ നേതാക്കളൊക്കെ തന്നെ കൂട്ടത്തോടെ ബീഹാറിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്. അതിൻ്റെ ഒരു തുടർച്ച നമ്മൾ ഇന്നും കാണുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്നും തുടർച്ചയായി 3-ാം ദിവസവും ഇവിടെ പ്രചാരണത്തിനായി എത്തുന്നു. ഇന്നലെ പട്നയിൽ വലിയ റോഡ് ഷോ ഒക്കെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. ഇന്നിപ്പോൾ പട്നയിൽ യോഗി ആദിത്യനാഥ് എത്തുന്നുണ്ട്. യോഗിയുടെ നേതൃത്വത്തിൽ പകൽ രാവിലെ ഒരു റാലി നടക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ എത്തുന്നു. മഹാസഖ്യത്തിന്റെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ക്യാമ്പ് ചെയ്ത് തന്നെ ഇവിടെ പ്രചാരണം ഏകോപിപ്പിക്കുന്നു. പല വിഷയങ്ങൾ മാറി മാറി വന്ന ഒരു പ്രചാരണ കാലഘട്ടമാണ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പിനായി ജനം ബൂത്തിലേക്ക് പോകുമ്പോൾ അവസാന ലാപ്പിൽ പല വിഷയങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ NDA ഈ പഴയകാല ഭരണം, ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജംഗിൾ രാജ് എന്ന പഴയ വാക്ക് അത് പിന്നീട് പ്രസംഗങ്ങളിൽ പലപ്പോഴും പ്രധാനമന്ത്രി എടുത്തിട്ടിരുന്നു. അങ്ങനെ ക്രമസമാധാന നില തകർന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനം പോകാതിരിക്കാൻ NDAക്ക് വോട്ട് ചെയ്യൂ എന്നതായിരുന്നു പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. പക്ഷേ ആദ്യമായി പ്രധാനമന്ത്രി ഈ പ്രചാരണ കാലത്ത് അത് പറഞ്ഞ ദിവസം തന്നെയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ജൻസുരാജ് പാർട്ടി നേതാവ് കൊല്ലപ്പെടുകയും ആ വാദം ഒരു തിരിച്ചടിയായി മാറുകയും അത് പ്രതിപക്ഷത്തിന് അവസാന ലാപ്പിൽ കിട്ടിയ ഒരു വടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്രമസമാധാന പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളാണ് അവസാന ലാപ്പിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. ഹാഷ്മി, ശ്രീനാഥ്, കഴിഞ്ഞ ദിവസമാണ് ബഹുസറായിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം രാഹുൽ ഗാന്ധി മീൻ പിടിക്കാൻ വെള്ളത്തിലേക്ക് ചാടിയതും നീന്തിയതുമൊക്കെ. ആ ദൃശ്യമെടുത്ത് കോൺഗ്രസ് അവരുടെ ഹാൻഡിൽ പങ്കുവെച്ചുകൊണ്ട് ഇത് യഥാർത്ഥ കുളമാണ് എന്ന് പറഞ്ഞാൽ മറ്റേ യമുന ഛാട്ട് പൂജാ സമയത്തെ കൃത്രിമ കുളമൊക്കെ അങ്ങനെ കൊണ്ടും കൊടുത്തുമുള്ള പരിഹാസങ്ങളും തുടരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ശ്രീനാഥ്, തീർച്ചയായും നമ്മളിപ്പോൾ ഉള്ളത് ബഗുസരയിൽ തന്നെയാണ്. ബഗുസരയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 70 കിലോമീറ്റർ മാറിയാൽ ഇന്നലെ രാഹുൽ ഗാന്ധി ഇറങ്ങിയ കുളത്തിനടുത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നം എന്നത് നമുക്ക് കൂടി ഒന്ന് നേരിട്ട് അവിടെ ചെന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബഗുസരായി ഭാഗത്ത് എത്തിയപ്പോൾ അങ്ങോട്ട് കൂടി ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇന്നലെ വെള്ളത്തിലേക്ക് ഇറങ്ങിയത് അത് പരിഹാസ രൂപേണ BJP ഹാൻഡിലുകൾ അതിനെ കാണുന്നുണ്ട്, ആ തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതേസമയം മറ്റൊന്നും നോക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ട് ഒരു നേതാവ് ഇറങ്ങി ചെല്ലുന്നതിന്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ കണ്ടത് എന്ന തരത്തിലാണ് കോൺഗ്രസ് ഈ പ്രചാരണ കാലത്ത് ആ ദൃശ്യങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ യമുന നദി ശുചിയാക്കിയതുമായി ബന്ധപ്പെട്ട് ഈ ഛത്ത് പൂജയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ഒരിടത്ത് മാത്രം നല്ല വെള്ളം എത്തിച്ചുകൊണ്ട് നടത്തിയ ആ ഒരു കാര്യത്തെ കോൺഗ്രസ് ഈ പ്രചാരണ കാലത്ത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. അത് ഛട്ട് പൂജയെ അപമാനിച്ചു എന്ന തരത്തിൽ BJP അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വരെ പരാതി നൽകിയതാണ്. ഏതായാലും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വെള്ളത്തിൽ നേരിട്ടിറങ്ങി ജനങ്ങളുടെ പ്രശ്നം അറിയാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ ഒരു ശ്രമം. ഹാഷ്മി, യെസ്, ശ്രീനാഥ് ചന്ദ്രനാണ് ബീഹാറിലെ ബഗുസറായിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകി. എന്തായാലും അവിടെ പ്രധാന നേതാക്കളൊക്കെ ഇന്ന് ബീഹാറിലുണ്ട്. അവർ കളം അങ്ങനെ ചടുലമാക്കണം അവസാന മണിക്കൂറുകളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.